ഹായ്, ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ വിശ്വാസങ്ങളെ തകർത്തെറിയാൻ പോവാണ് ഞാൻ. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതിനും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാൻ പോവാണ്. നിങ്ങളുടെ ബോധവാന്മാരാക്കാൻ പോവാണ്. ഞാൻ ഒരു സൗണ്ട് പ്ലേ ചെയ്യാം. നിങ്ങൾ എന്താണ് കേൾക്കുന്നത് എന്ന് നോക്കുക. Laurel. നിങ്ങൾ യാനി എന്നോ അല്ലെങ്കിൽ ലോറൽ എന്നോ കേൾക്കാനാണ് ചാൻസ്. ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം, നോക്കുക. Laurel. നിങ്ങൾ എന്താണ് കേൾക്കുന്നത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്കറിയാം ഓരോരുത്തർ എന്താണ് ആക്ച്വലി കേൾക്കുന്നത് എന്നുള്ളത്. ഈ സെയിം സൗണ്ട് ട്വിറ്ററിൽ ഒരു പോള് നടത്തി. അതായത് നിങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് പോള് ചെയ്യാൻ വേണ്ടിയിട്ട്, യാനി എന്നോ ലോറൽ എന്നോ. എന്നാൽ 47% ആൾക്കാർ കേട്ടത് യാനി എന്നും 53% കേട്ടത് ലോറൽ എന്നുമാണ്. അതെങ്ങനെയാണ് ഒരു സൗണ്ട് തന്നെ വ്യത്യസ്തമായി നമ്മൾ കേൾക്കുന്നത്? ഞാൻ കേൾക്കുന്നത് ലോറൽ എന്നാണ് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ കേൾക്കുന്നത് യാനി എന്നാണ്. ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്രൈമിംഗ് ആണ്. അതായത് ആദ്യം ഞാൻ യാനി എന്നോ ലോറൽ എന്നോ നിങ്ങൾ കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ 2 ഓപ്ഷൻസാണ് നോക്കിയത്, ഇതിലേതാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചൂസ് ചെയ്തു. അതാണ് ഒരു കാരണം. ഇപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടും ഒരു പക്ഷേ കേൾക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു സൗണ്ടിന് പിന്നിൽ ഒരു വേവ് ഉണ്ടാവും അല്ലേ? ആ സൗണ്ട് വേവ് വായിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തുള്ള ആൾക്ക് നമ്മുടെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയത് പ്രൊഫസർ ബ്രാഡ്ഷോറിയാണ്. സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് ഹിയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പ്രൊഫസറാണ് ഈ ഒരു ഓഡിയോ ഉണ്ടാക്കിയത്. ഈ ഒരു സൗണ്ടിൻ്റെ ഓഡിയോ വേവ് ഇതാണ്. അതേപോലെ തന്നെ ലോറലിൻ്റെ സൗണ്ട് വേവ് ഇതും യാനീൻ്റെ സൗണ്ട് വേവ് ഇതുമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ യാനിയുടെയും ലോറലിൻ്റെയും സൗണ്ട് വേവ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫറൻ്റ് ആയി കേൾക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ പിന്നിലെ മെയിൻ കാരണം ഇതാണ്. യാനി എന്ന സൗണ്ടിൽ ഹൈ ഫ്രീക്വൻസി ഉണ്ട്. ഈ ശബ്ദങ്ങൾക്കൊക്കെ ഹൈ ഫ്രീക്വൻസി ആണുള്ളത്. അതേപോലെ തന്നെ ലോറൽ എന്ന ശബ്ദത്തിൽ ലോ ഫ്രീക്വൻസി ആണുള്ളത്. ഇതൊക്കെ ലോ ഫ്രീക്വൻസി സൗണ്ടുകളാണ്. അപ്പോൾ ലോറലിൽ ലോ ഫ്രീക്വൻസി സൗണ്ടും യാനിയിൽ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവുകളുമാണ് ഉള്ളത്. പിന്നെ രണ്ടാമത് കാരണമായിട്ട് പറയുന്നത് നിങ്ങളുടെ വയസ്സ് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് കാരണമായിരിക്കാമെന്നാണ്. അതായത് ചെവിയുടെ പ്രായം കൂടുന്തോറും ഹൈ ഫ്രീക്വൻസി സൗണ്ടുകൾ കേൾക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരുമെന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ ചെവി അടിച്ചു പോയാന്നൊരു ചെറിയ ഡൗട്ട് ഇല്ല. പിന്നെ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് മൂന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു സമയം ഒരുപാട് സിഗ്നലുകൾ എത്തുന്നുണ്ട്. നമ്മുടെ കാഴ്ച, കേൾവി, സ്മെല്ല്, അതുപോലെ തന്നെ ടച്ച്, ഒരുപാട് സിഗ്നലുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഏതിൽ ഫോക്കസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു വലിയൊരു ന്യൂറോളജിക്കൽ പാത്വേയിലൂടെയാണ് നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു പാർട്ടിയിലാണെന്ന് വിചാരിക്കുക, ഒരു കുറേ ആൾക്കാർ സംസാരിക്കുന്ന ഒരു സ്ഥലത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അടുത്ത് വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള എല്ലാ സൗണ്ടുകളും ഒഴിവാക്കിയിട്ട് ആ ഫ്രണ്ടിൻ്റെ സൗണ്ട് മാത്രം കേൾക്കാൻ വേണ്ടി നമ്മളെ ബ്രെയിനിനെ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ഫോക്കസ് ചെയ്യൂലേ. അതൊരു പ്രത്യേകതരം ന്യൂറോളജിക്കൽ പാത്വേ നടന്നിട്ടാണ് അത് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറ്റൊരാളെ ഇവിടുന്ന് വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഉള്ള സൗണ്ട് നമ്മൾ കേൾക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹൈ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സിനെ കേൾക്കണോ ലോ ഫ്രീക്വൻസി സൗണ്ട് വേവ്സിനെ കേൾക്കണോ എന്ന് നമ്മുടെ ബ്രെയിൻ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇനി കറക്റ്റ് ആൻസർ എന്താ? ആക്ച്വലി ഈ ഒരു സൗണ്ട് വേവ് എന്താണ് എന്നുള്ളതാണ്. ഈ സൗണ്ട് വേവ് ആക്ച്വലി ലോറൽ എന്നാണ്. ഈ ലോറൽ എന്ന സൗണ്ട് വേവിൽ കുറച്ച് ഹൈ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് യാനി എന്ന് അത് ഹൈ ഫ്രീക്വൻസിയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിൽ പലരും ഒപ്റ്റിക്കൽ ഇല്യൂഷൻസിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ കാഴ്ചയിൽ നമുക്ക് എന്താ പറയുക ചിലതായിട്ട് തോന്നും. അതായത് ഇമ്പോസിബിൾ ട്രയാങ്കിൾ, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? അതേപോലെ ഓഡിറ്ററി ഇല്യൂഷൻ ഒരു എക്സാമ്പിളാണിത്. അതായത് നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നതിൽ ഉണ്ടാവുന്ന ഒരു ഇല്യൂഷനാണ് ഇത്. അതിനൊരു എക്സാമ്പിളാണ് ഇത്. പക്ഷേ നമ്മൾ ഒരുപാട് പേരൊന്നും അറിഞ്ഞിരിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ കേൾവിക്കും ഇങ്ങനെ ഒരു ഇല്യൂഷൻ ഉണ്ട് എന്നുള്ളത്. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇൻറ്റർസ്റ്റെല്ലാർ മൂവിയിൽ ടിക് ടോക്ക് മറ്റേ ക്ലോക്കിൻ്റെ സൗണ്ട് ഉണ്ട്. അതിനെന്താ പറയുക, അത് നമ്മൾ എന്താ പറയുക കേൾക്കുമ്പോൾ അതിങ്ങനെ സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നതായി തോന്നും. പക്ഷെ അത് കൂടുന്നില്ല. പിന്നെ ചിലർ ഇന്ന് യാനിന്ന് കേൾക്കും, നാളെ ലോറൽ എന്ന് കേൾക്കും, ചിലപ്പോൾ മറ്റന്നാളെ യാനിന്ന് തിരിച്ച് കേൾക്കും. ചിലർക്ക് അതിങ്ങനെ മാറാൻ ചാൻസ് ഉണ്ട്. അതിനെ ബൈസ്റ്റേബിൾ ഇല്യൂഷൻ എന്നാണ് പറയുന്നത്.
അതിൻ്റെ ശരിക്കുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ എപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Laurel. Yanny. Laurel. No doubt. Yanny. Laurel. Yanny. Laurel. Laurel. Yanny.